ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും പുറമെ 3 പേർക്ക് കൂടി നോട്ടീസ്. മുൻ ബിഗ് ബോസ് താരത്തിനും മോഡലിനും ഉൾപ്പെടെയാണ് നോട്ടീസ് അയച്ചത്. തസ്ലീമയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ശരത് എസ് ചേരുന്നു വിശദാംശങ്ങളുമായി. ശരത്ത്, പുതിയ ആളുകളിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? റോഷ്നി, അന്വേഷണം സിനിമാ മേഖലയിലേക്ക് കൂടി കേന്ദ്രീകരിക്കുന്നു എന്ന് വേണം പറയാൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സിനിമാ മേഖലയിലുള്ള ഒരു മോഡലിനും ഒപ്പം മുൻ ബിഗ് ബോസ് താരത്തിനും കൂടി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇവരെ കൂടി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ ശ്രീനാഥ് വാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും നോട്ടീസ് അയച്ചതാണ്. ഇതിന് പുറമെയാണ് ഇപ്പോൾ 3 പേർക്ക് കൂടി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ തസ്ലീമയ്ക്ക് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാട് നടത്തിയ ആളുകളെ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. അങ്ങനെ ഈ ബിഗ് ബോസ് താരവും മോഡലും ഉൾപ്പെടെയുള്ള 3 പേർ സാമ്പത്തിക ഇടപാട് നടത്തിയതായി കണ്ടെത്തി. ഇവരെ കൂടി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ ലഹരി ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം ഇപ്പോൾ സിനിമാ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. തിങ്കളാഴ്ച തന്നെ ഈ താരങ്ങളായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയെയും ചോദ്യം ചെയ്യും. ഒപ്പം ഈ 3 അതായത് മോഡലും ബിഗ് ബോസ് താരമടക്കമുള്ള 3 പേരെ കൂടി ചോദ്യം ചെയ്യാൻ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. ഈ ലഹരി, അതായത് ഹൈബ്രിഡ് കഞ്ചാവ് അടക്കം മാരക ലഹരി മരുന്നുകൾ ആർക്കൊക്കെ തസ്ലീമ വിറ്റു എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. നേരത്തെ ഇതിന്റെ ഉറവിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായതാണ്. ഇത് വിൽപ്പന നടത്തിയത് ആർക്കാണ് എന്നുള്ളതാണ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ്. അക്കാര്യത്തിൽ സിനിമാ മേഖലയിലേക്കാണ് ഇത് കൂടുതലും വിൽപ്പന നടത്തിയതെന്നുള്ളത് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കൊക്കെ വിറ്റു എന്നതിന്റെ ഭാഗമായി ഇത്തരം നിരവധി ആളുകളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ഈ താരങ്ങളെയും ഒപ്പം ഈ ബിഗ് ബോസ് താരത്തെയും മോഡലിനെയും കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇന്നിപ്പോൾ എന്തായാലും പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. ഇതിന് പിന്നാലെ സിനിമാ മേഖലയിലേക്കും ഒപ്പം ഇവരുടെ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട അത്തരം കൂടുതൽ സാമ്പത്തികം വന്ന ആരുടെ അക്കൗണ്ടുകളിൽ നിന്നാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അപ്പം ഈ സിനിമാ താരങ്ങൾക്ക് പുറമെ നിരവധി ആളുകൾ ഇവരുടെ വാട്സപ്പ് ചാറ്റുകളിൽ ഇത്തരത്തിൽ കഞ്ചാവോ അല്ലെങ്കിൽ മറ്റ് ലഹരി മരുന്നുകൾ ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ദീർഘമായ അന്വേഷണം നടന്നു വരികയാണ്. ശരത്ത്, ഇപ്പോൾ പുതിയ ആളുകളിലേക്കും അന്വേഷണം എത്തി നടപടി ഉണ്ടാവുകയാണ്. ശരത് എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.